എന്തൊട്ട് പരിപാടി മക്കളെ. അങ്ങനെ രാവിലെ തന്നെ ഹേമന്ത് ഭായി അമ്മ വന്നിട്ട് വിളിച്ചിട്ട് അടിക്ക് വന്നിട്ട് പറഞ്ഞു ചായ കുടിക്കാൻ പോയെന്ന് പറഞ്ഞ് വിളിച്ചു. നോക്കുമ്പോൾ ആളുടെ കുട്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ അതിന് കുറച്ച് നേരം കളിപ്പിച്ചിരുന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചായയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നല്ല ബ്രെഡും പഴവും ഒക്കെ കൂടിയിട്ട് അങ്ങനെ അവർ കയറി കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഡെക്കാത്തലാണിക്ക് പോകണം, മഷ്കറിന് ഒരു സൈക്കിൾ പറഞ്ഞ ബാഗ് വാങ്ങാണ്ട് പറഞ്ഞു. അങ്ങനെ ആളുടെ ബാഗ് വാങ്ങിച്ചിട്ട് ഒരു 30 കിലോമീറ്റർ പോകാനുണ്ട്. അങ്ങനെ നേരെ പോയി ബാഗൊക്കെ വാങ്ങിച്ചു. വരും വഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശന്ന് വലഞ്ഞിരിക്കണ കാരണം അടുത്ത് നോക്കിയപ്പോൾ ഒരു കേരള ഭാഗം ഭക്ഷണം കഴിച്ചു. ഒരു ഓള ഭക്ഷണം ഒരു വകയ്ക്ക് ഉള്ളിൽ അറിയില്ല. അങ്ങനെ അവിടുന്ന് നേരെ റൂമിലെത്തി. അവിടെ നിന്ന് നേരെ പോയത് ഡി സിനെ കാണാണ്ടായിരുന്നു. അവന് എന്തെങ്കിലും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി സിയുടെ റൂമിൻ്റെ ഉള്ളതെന്ന് വെച്ചാൽ മുറുക്കാൻ തുപ്പാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതെന്ന് വെച്ചാൽ പാത്രത്തിൽ ഉപ്പില്ല, ചമരമ്പലി ഉപ്പിട്ടുള്ളൂ. എന്താ ചെയ്യാല്ലേ, ഇങ്ങനെ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിനുള്ളൊക്കെ ഇത്രയും വലിയ സെറ്റപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഇവർ സമ്മതിക്കണം കേട്ടോ. അങ്ങനെ റൂമിലെത്തി റെസ്റ്റ് എടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ ദീദി വീണ്ടും എത്തി. ആള് ചായയും പപ്സും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വീണ്ടും. അങ്ങനെ ഫുഡിന് ക്ഷാമില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തപ്പോൾ ആളെ ചേട്ടൻ വന്നു. രാത്രി മട്ടൻ കറിയും ചപ്പാത്തിയും കഴിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചപ്പാത്തിയും ചോറും ഒക്കെ വാങ്ങിച്ചു തന്നു ആള്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു റൂമിൽ ഇരുന്ന് ഒരു 1 മണിയാകുമ്പോൾ വെറുതെ രാത്രി നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ചെയ്തത്. നോക്കിയപ്പോൾ മെക്ഡൊണാൾഡ്സ് ഉണ്ട്. അപ്പോൾ വർത്താനം പറയാൻ ആരുമില്ല. അപ്പോൾ നേരെ പോയിട്ട് അവിടെ ഇരിക്കണേ അതിനോട് തന്നെ ഇരുന്ന് വർത്താനം പറഞ്ഞല്ലോ. ഇപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ ചായ കുടിച്ചു. അങ്ങനെ കഴിക്കാൻ ഒന്നുമില്ല. ഇവിടെ നോക്കുമ്പോൾ മുട്ടയും കഴിച്ചു. നോക്കുമ്പോൾ കയ്യിൽ കാശില്ലാത്ത കാരണം പച്ചക്കാള മേത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ പണം വരുന്നല്ലേ പറയാ. ഞാൻ പച്ചക്കാളനെ കുറെ കയ്യിലാക്കാൻ നോക്കി, എവിടെ വരുന്ന അടുക്കണില്ലേ മേത്തേക്ക്. എന്താ ചെയ്യുക, അങ്ങനെ 2 മണിയാകുമ്പോൾ ആള് വിളിച്ചിട്ട് പറയാ, ഹേമന്ത് ഭായി വിളിച്ചിട്ട് പറയാ നിങ്ങളെ എവിടെ കാണാനില്ലോ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നടക്കറിയാന്ന്. അപ്പോൾ ആള് പറഞ്ഞു ഞാനും വരാം, ഞങ്ങൾക്ക് നൈറ്റ് ലൈഫ് കാണിച്ചു തരാന്ന്. നൈറ്റ് ലൈഫ് കാണിക്കുക പറഞ്ഞാൽ ഇവിടെ മൊത്തം മറ്റേ പരിപാടികൾ മാത്രമേ ഉള്ളൂ. റോഡ് മൊത്തം നിറഞ്ഞു നടക്കുകയാണ്. റോഡിൽ പെണ്ണുങ്ങളല്ലാണ്ട് വേറൊരാളില്ല. ഫുൾ വ്യഭിചാരം. എന്താ ചെയ്യാല്ലേ, ആരും ഒന്നാ വണ്ടി കയറ്റിയാലും വണ്ടിയിൽ കയറ്റിക്കൊണ്ടു തന്നെ പരിപാടി. ജാതി രസമുള്ള പരിപാടി കേട്ടോ. ഫുള്ള് പബ്ബുകൾ, പാർട്ടികൾ, ഫുൾ ടൈം പരിപാടികൾ. അതിനനുസരിച്ചുള്ള പോലീസുകാരും തൊട്ടപ്പുറത്താണ്, പോലീസ് സ്റ്റേഷന്റെ തൊട്ടപ്പുറത്താണ് ഈ വക പരിപാടികൾ മൊത്തം നടക്കുന്നുണ്ട്. ഗുവാഹട്ടി ഇത്ര അടിപൊളി, ഇത്ര വലിയ നൈറ്റ് ലൈഫുള്ള സ്ഥലം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അവിടുന്ന് നേരെ ഒരു 4:30-5 മണി നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നു. അങ്ങനെ കുറെ ഗുവാഹട്ടി കാണിച്ചു തന്നു. എന്നിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം പറഞ്ഞിട്ട് 5 മണി നേരത്തെ ആള് വാങ്ങിച്ചു തന്നു. നമ്മുടെ നാട്ടിലത്തെ പുട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ മധുരമൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് തരിക, അതന്നെ പരിപാടി. പക്ഷെ രസമുള്ള പരിപാടി ആയിരുന്നു കേട്ടോ. അങ്ങനെ 5 മണി നേരത്ത് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ റൂമിൽ പോകാന്നുള്ള പരിപാടിയായി. അല്ലാണ്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ഹേമന്ത് ഭായി എന്ന് പറയുന്നത്. ആള് ഇവിടുത്തെ ഒരു പിടപ്പുണ്ടാവാണ്, ഒരു രക്ഷയില്ല. ആളാഞ്ചി പറഞ്ഞ പോലെയാ. എന്താ ചെയ്യാല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വിട്ടു റൂമിലേക്ക്. അപ്പോൾ